പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ മിശിഹായിൽ പ്രിയ സഹോദരരെ, ഇന്ന് ജന്മദിനം ആഘോഷിച്ച ഹെർമി റെബേറോ നമുക്ക് പ്രത്യേകം ഓർക്കുന്നു. അവരുടെ കുടുംബത്തെയും നമ്മൾ എല്ലാവിധ ആശംസകൾ നേരുന്നതിനോടൊപ്പം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ഉദാശ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ എപ്പോഴും മുൻതൂക്കം കൊടുത്ത ഒന്ന്. ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും മാതാവിനോടുള്ള ഭക്തിയും അനുരഞ്ജന കൂദാശയോടുള്ള അദ്ദേഹത്തിൻ്റെ സേവന സന്നദ്ധതയും തിരുസഭയിൽ എല്ലാ വൈദികർക്കും മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉദാശ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാം. പ്രത്യേകിച്ച് ദിവ്യബലിയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് അനുരഞ്ജന ഉദാശ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് നവീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന തെറ്റുകളെ, പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ദിവ്യബലിയിൽ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ ആകയാൽ വിശുദ്ധമന്യത്തോടും എല്ലാ വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, വൈദികനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ അജപാലന വൃത്തിയിൽ അങ്ങ് നിസ്തുലനാക്കിയല്ലോ. ഈ വിശുദ്ധൻ്റെ മാതൃകയും മാധ്യസ്ഥ്യവും വഴി സ്നേഹത്തിൽ ക്രിസ്തുവിനു വേണ്ടി സഹോദരരെ നേടാനും അവരോടൊപ്പം നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനും
പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്തെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുടണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് എസെക്കിയേലിന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ, അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും. നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാനാനിടയാക്കും, അവൻ മരിക്കും. നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ അവൻ തൻ്റെ പാപനിമിത്തം മരിക്കും. അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. പാപം ചെയ്യരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും. കാരണം അവൻ താക്കീത് സ്വീകരിച്ചു. നീയും നിന്റെ ജീവനെ രക്ഷിക്കും. കർത്താവിൻ്റെ വചനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനും ബധിരർക്ക് മോചനം പ്രഖ്യാപിക്കാനും കർത്താവിനെ അയച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അക്കാലത്ത് യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്കയറുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച്
അശുദ്ധാത്മാക്കളെ പരിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരരെ, വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ ജീവിതത്തിലേക്ക് അല്പനേരം നമുക്ക് കണ്ണോടിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഫ്രാൻസിലെ ചെറിയ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ 1789 അദ്ദേഹം ഭൂജാതനായത്. ഫ്രാൻസിൽ അക്കാലത്ത് മതപീഡനം നടക്കുന്ന കാലമായിരുന്നു. അതുകൊണ്ട് പരസ്യമായിട്ട് പ്രാർത്ഥിക്കുവാനോ വിദ്യാഭ്യാസം നേടുവാനോ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. എങ്കിലും അവൻ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സെമിനറിയിൽ ചേരാൻ ആഗ്രഹിച്ചു. അങ്ങനെ സെമിനറി ജീവിതം ആരംഭിച്ചു. അക്കാലത്ത് പഠന രീതികളെല്ലാം ലത്തീൻ ഭാഷയിലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ലത്തീൻ ഭാഷ വളരെ പ്രയാസമായി തോന്നി. പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും നല്ല ഭക്തിയോടെ, മാതാവിനോടുള്ള ഭക്തിയോടെ, ദിവ്യകാരുണ്യനാഥനോടുള്ള ഭക്തിയോടെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി. സെമിനറി അധികാരികൾ അവന് ഗുരുപട്ടം കൊടുക്കുവാനുള്ള അർഹതയില്ല, കാരണം അവൻ നന്നായി പഠിക്കുന്നില്ല എന്ന പേരിൽ ബിഷപ്പിനോട് പറയുകയുണ്ടായി. അവൻ്റെ ബിഷപ്പ് സെമിനറി റെക്ടറോട് ചോദിച്ചു, അവന് പ്രാർത്ഥിക്കാൻ അറിയാമോ, അവന് ജപമാല ചൊല്ലാൻ അറിയാമോ? പഠിക്കുവാൻ പുറകോട്ടാണെങ്കിലും ദൈവഭയത്തിലും ദൈവഭക്തിയിലും മാതാവിനോടുള്ള ഭക്തിയിലും എല്ലാ സെമിനറി അംഗങ്ങളെക്കാൾ മുൻപന്തിയിലാണ് ജോൺ എന്ന് റിപ്പോർട്ട് നൽകി. എങ്കിൽ ഞാൻ അവന് ഗുരുപട്ടം സ്വീകരിക്കുവാൻ അനുവദിക്കുകയും ഗുരുപട്ടം നൽകുകയും ചെയ്തു. അങ്ങനെയാണ് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു വൈദികനായി താൻ ജീവിതം ആരംഭിച്ചത് ആർസിലെ ചെറിയ ഗ്രാമത്തിലായിരുന്നു. ആർസിൽ അന്ന് ജനങ്ങളെല്ലാവരും ഡാൻസും കുടിയും തെറ്റായ ജീവിത രീതികളും പാപങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്ന കാലമായിരുന്നു. വളരെ പ്രയാസമുള്ള ഒരു സ്ഥലത്തേക്കാണ് അവന് നിയോഗിക്കപ്പെട്ടെങ്കിലും വളരെ നിശ്ചയദാർഢ്യത്തോടെ ദൈവത്തിൻ്റെ വചനം അവർക്ക് നൽകി. തൻ്റെ ജീവിത മാതൃകയിൽ കൂടെ, പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടെ, കൂദാശ ജീവിതത്തിൽ കൂടെ അവരെ യേശുവിലേക്ക്, തിരുസഭയിലേക്കും തിരികെ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അധികം ബുദ്ധിയും കഴിവുമില്ലായിരുന്ന ഫാദർ ജോണിനെ തേടി മെത്രാന്മാരും വൈദികരും നാനാഭാഗത്തു നിന്നും അദ്ദേഹത്തിനെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കുവാനും പാപസങ്കീർത്തനം ചെയ്ത് പാപമോചനം നേടുവാനും ധാരാളം പേർ വന്നു. മണിക്കൂറുകളോളം അദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ ചിലവഴിച്ചു എന്ന് ചരിത്രം പറയുന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമാണ് എന്നുള്ള സന്ദേശമാണ് ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് നൽകുക. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, വിളവധികം വേലക്കാരൻ ചുരുക്കമെന്ന്. വിളവിൻ്റെ നാഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന്. വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. എസെക്കിയേൽ പ്രവാചകൻ്റെ വായനയിൽ കൂടെ നമുക്ക്
ദൈവം നൽകുന്ന സന്ദേശം, ഞാൻ നിന്നെ ദൈവജനത്തിൻ്റെ ഇടയനായി അവരോധിക്കപ്പെട്ടിരുന്നു എന്ന്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടയന്മാരായി ജീവിക്കേണ്ടവരാണ്. മറ്റുള്ളവരെ ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക്, തിരുസഭയിലേക്ക് ദൈവവചനത്തിൽ കൂടെ, കൂദാശ സ്വീകരണത്തിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ തിരികെ കൊണ്ടുവരുവാൻ നമുക്കും സാധിക്കണം. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ഭക്തിയിൽ കൂടെ, മാതാവിനോടുള്ള ഭക്തിയിൽ കൂടെ, കൂദാശ ജീവിതത്തിൽ കൂടെ. ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന്റെയുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിൽ മഹിമയ്ക്കും നമ്മുടെ ഇവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ വിശുദ്ധീകരണ സ്മരണ ആചരിച്ചുകൊണ്ട് സ്തുതിയുടെ ഈ ബലിവസ്തുക്കൾ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈ കാഴ്ചകൾ വഴി ഈ കാലയളവിലെയും വരും കാലത്തെയും തിന്മകളിൽ നിന്ന് മോചിതരാക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ മിസ്റ്റർ ജോൺ മേരി വിയാനിയുടെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങ് ഈ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉത്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അഭിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ
നിറയുന്നു വിണ്ണും ഭൂതലവും. ഉന്നത വീഥിയിൽ ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. ഉന്നത വീഥിയിൽ ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിടാം. ഹോസാന, 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 ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങ് ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വരുന്നതുവരെ അങ്ങ് വർണ്ണനങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പിനങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ പറമ്പിൽ ചാക്കോ, ജോണി ഗോംസ്, ഔസേഫ്, ജോസഫ് സേവിയർ തോമസ്, ജോസഫ് വർഗീസ്, ക്ലാരമ്മ ജോസഫ്, ചാക്കോ ജോസഫ്, ഫാദർ ലിയോ റോഷ, ജോസഫ് പെരേര, ഫാദർ ആൻ്റണി ചെറുകടവിൽ, സെലീൻ ജോസ് പെരേര, മെർലിൻ കൊറിയ, ബെർണാഡ് ഗ്ലാൻസി കൊറിയ, സിയ ജോസഫ്, PP സേവിയർ, ഫിലോമിന പീറ്റർ, ട്രീസ ബെഞ്ചമിൻ, ബെഞ്ചമിൻ എഡ്വേർഡ്, ആൻ്റണി ജോസഫ് കളത്തിപ്പറമ്പിൽ, രാജീവ് ആൻ്റണി നെടുംപറമ്പിൽ,
ജോർജ് എ നെടുമ്പറമ്പിൽ, അന്തപ്പൻ നെടുമ്പറമ്പിൽ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടെ ഒന്നായി തീർന്നവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ എതിരോടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളിലെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളുവനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ അങ്ങ് വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും
ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങൾ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെ വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധ ജോൺ മേരി വിനിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരിലും സ്വർഗീയ വിരുന്ന് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ദൃഢീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങേ വിശ്വാസദാനം അതിൻ്റെ സമഗ്രതയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയും വെളിപ്പെടുത്തപ്പെട്ട രക്ഷാമാർഗത്തിൽ കൂടെ ചരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വഹിച്ചേ